ഹേയ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റിംഗ് എന്ന ടോപ്പിക്കാണ്. ഡയറക്റ്റിംഗ് എന്നാൽ ഡയറക്റ്റ് ചെയ്യിക്കുക എംപ്ലോയീസിനെ. അതാണ് ബേസിക് ആയുള്ള കോൺസെപ്റ്റ്. ഇതെന്ന് പറയുന്നത് ഹെർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഈ ഒരു ഡയറക്റ്റിങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എ കോംപ്ലക്സ് ഫംഗ്ഷൻ ദാറ്റ് ഇൻക്ലൂഡ് all those activities which are designed to encourage subordinates to work effectively and efficiently in both short and long term. അതായത് ഷോർട്ട് ആൻഡ് ലോങ് ടേമിലേക്ക് എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സബോർഡിനേറ്റിനെ എൻകറേജ് ചെയ്യുന്ന എല്ലാത്തരം ആക്ടിവിറ്റീസുമാണ് ഈ ഒരു ഡയറക്റ്റിങ്ങിൽ വരുന്നത്, അതിൻ്റെ ഒരു ഗ്രൂപ്പ്. ഇനി ഡയറക്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ആക്ഷൻ ഇനീഷ്യേറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ ആവശ്യമാണ്. ഇൻ്റഗ്രേറ്റ്സ് എംപ്ലോയീസ് എഫേർട്ട്, എംപ്ലോയീസിൻ്റെ എഫേർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മാക്സിമം ഔട്ട് ഓഫ് ഇൻഡിവിജ്വൽസ്, അതായത് ഇൻഡിവിജ്വൽസിന് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റേറ്റ് ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷൻസിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഓർഗനൈസേഷനിലെ ചേഞ്ചസ് ഉണ്ടാക്കാൻ കാരണമാക്കുന്നുണ്ട്. പിന്നെ പ്രൊവൈഡ്സ് ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ, അതായത് ഒരു ഓർഗനൈസേഷനിൽ ബാലൻസും സ്റ്റെബിലിറ്റീസും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് ഒരു ബാലൻസും സ്റ്റെബിലിറ്റിയും കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. ഇതിലൊരു 6 പ്രിൻസിപ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് നമ്മളിത് ഒരുപാട് ടോപ്പിക്കിൽ നോക്കിയ ഒരു കാര്യമാണ്. ഒരേ സെയിം ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് 2 പേര് ഡയറക്ഷൻസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ടൈമിലാണെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റീസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആകാനും എല്ലാം കൂടി കുഴയാനും ഈ ഒരു എംപ്ലോയീസിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ഒക്കെ അത് നയിക്കും. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആൾക്കാർക്ക്, ഒരേ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം സബോർഡിനേറ്റ്സിന് ഒരാൾ മാത്രം ഡയറക്ഷൻ നൽകുക അല്ലെങ്കിൽ കമാൻഡ് നൽകുക. 2, പ്രിൻസിപ്പിൾ ഓഫ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്സ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള ഡയറക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക. നമുക്ക് ഒരുപാട് ഡയറക്ഷൻ ടെക്നിക്സ് ഉണ്ട്. അതിലൊരു 3 നോക്കുകയാണെങ്കിൽ അതോറിറ്റേറിയൻ ഉണ്ട്, കൺസൾട്ടേറ്റീവ് ഉണ്ട്, പിന്നെ ഫ്രീ ഉണ്ട്. അതായത് എംപ്ലോയീസ് ഇങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് വരെ അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി അനുവദിക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മാനേജറിയൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് ഓർഡേഴ്സ് കൊടുക്കും, ഈ ഒരു സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സിനാണെങ്കിൽ ഐഡിയാസ് നൽകും. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രഹെൻഷൻ, അതായത് കോംപ്രഹെൻസീവ്നെസ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. പിന്നെ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ്, ലീഡർ ഉണ്ടായിരിക്കണം. ഡയറക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്യിക്കുക ഒരു ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു ബേസിക് സാധനമാണ്. ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് മാത്രം എഴുതിയാൽ ഫുൾ മാർക്കൊന്നും കിട്ടത്തില്ല. എന്നാലും അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയല്ലോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ടെസ്റ്റ് നോക്കി തന്നെ പഠിക്കണം. ഓക്കെ, സോ താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത്. സൈനിങ് ഓഫ്. ബൈ.